ഹലോ ഹായ്, ഞാൻ വന്നേക്കുന്നേ എൻ്റെ ഈ മെയ് മാസത്തെ PNL റിപ്പോർട്ട് നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റൽ ഒരു ട്രേഡിംഗ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് 20,000 ആണ്. ഇതിൽ നമ്മൾ ലക്ഷങ്ങളുടെ പ്രോഫിറ്റ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലാറ്റായിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഇന്നത്തെ എൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ ട്രേഡ്സാണ്. നമുക്ക് ലെഡ്ജറിലേക്ക് പോവാം. അതിലുണ്ടാവും നമ്മളുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾക്ക് ആദ്യം കാണിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 20,000 നമുക്ക് റെസിപ്റ്റ് ഉണ്ടാവും. ഈ റെസിപ്റ്റ് മീൻസ് നമ്മൾ ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുമ്പോഴാണ് അങ്ങനെ കാണിക്കുക. ബാക്കി നമ്മുടെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആയ ലോസ് ആയാലും താഴെ ബില്ലെന്നാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി തുടർന്ന് നോക്കേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന 2 പേജിൽ എവിടെയെങ്കിലും ഞാനിത് ആഡ് ചെയ്യുകയോ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് ക്യാഷ് ഇതിലേക്ക് പിന്നെയും പമ്പ് ചെയ്യുകയോ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ ക്ലോസിംഗ് ബാലൻസ് നിങ്ങളുണ്ടല്ലോ 41,000 രൂപയുണ്ട്. ഇന്നത്തെ കൂട്ടാതാണ്. അപ്പോൾ നമുക്കിപ്പോൾ 2 പേജ് നിങ്ങൾ കണ്ടല്ലോ, എല്ലായിടത്തും ബില്ല് തന്നെയാണ്, ഒരിടത്തും റെസീറ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി വെരിഫൈഡ് PNL നോക്കാം. അവിടെ മുകളിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ഞാൻ എവിടെയെങ്കിലും ഞാനത് ആഡ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഡേറ്റ് നമുക്ക് കൊടുക്കാം, മെയ് മാസമാണ്. മെയ് മാസം 1-ാം തീയതി ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് 6-ാം തീയതി നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ മാസം നമ്മൾ 13 ദിവസമാണ്, ഇന്നത്തെ ചേർത്തിട്ട് 13 ദിവസമാണ് ട്രേഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ലിങ്ക് ജനറേറ്റ് ആയിട്ട് നമുക്കൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാസം നമ്മൾ ഇതുവരെ 21,000 ആണ് പ്രോഫിറ്റ് എടുത്തേക്കുന്നത്, ഇന്നലെ വരെ ഉള്ളത്. ഇന്നോട് ആകുമ്പോൾ 24,000 അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോങ്ങസ്റ്റ് സ്ട്രൈക്ക് നമ്മൾ 6 ഡേയ്സ് തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് 6,457 അത് മെയ് 14 എടുത്ത പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേ, ആ ഒരു അറിയാമല്ലോ, 2 ദിവസം നമുക്ക് എസ് അടിച്ചിരിക്കുന്നത്, ബാക്കി എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റാണ്. ഒരു ദിവസം മാത്രം നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ഓക്കെ, ഇതിൽ F&O സെക്ഷൻ മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ അതിന് മാത്രമേ ചെയ്യാറുള്ളൂ, കിട്ടിയൊന്നും ചെയ്യാറില്ല ഈ അക്കൗണ്ടിൽ. അപ്പോൾ ഇതൊരു ലോസാണ്, 3,300 നോർമൽ ലോസാണ്. ഇതാണ് ഈ ലോസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 4,728 രൂപ ലോസ് ഉണ്ട്. എനിക്ക് മാക്സിമം വരാവുന്ന ലോസ് 3,000 ആണ്. ഇതിൻ്റെ കാരണം ഞാനൊരു ട്രേഡ് നോക്കിയിരുന്നു വന്ന്, അപ്പോൾ എനിക്കത് മിസ്സായിപ്പോയി. കുറച്ച് മുകളിൽ പോയപ്പോൾ ഞാൻ ഫോം പ്രകാരം ചാടിക്കയറി. എൻ്റെ ഒരു കഷ്ടകാലത്തിനെന്ന് പറയാം. അത് അന്നത്തെ ദിവസം എൻ്റെ ട്രേഡ് സെറ്റപ്പ് ലോസായിരുന്നു, SL ആയിരുന്നു. സോ ഞാൻ വീണ്ടും റിവെഞ്ച് ട്രേഡ് എടുത്തു, അതും SL ആയി. അങ്ങനെ എനിക്ക് 1,500 3,000 നിൽക്കേണ്ട ലോസ് 4,700 പോയി. ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ആയാലും നമുക്ക് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. എങ്കിലും നിങ്ങളിതിൽ കാണേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് 20,000 ആണ്. നമ്മുടെ പ്രോഫിറ്റ് വെച്ചാൽ അതിനേക്കാൾ 100x പുറത്താണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പകരം സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലക്ഷം കൊണ്ട് ഇട്ടാലും നമുക്ക് വാഷ് ഔട്ടായി പോകും. നമുക്ക് ഈ ആരുടെയും പ്രഷർ ഇല്ലാതെ നമ്മുടെ യാത്രയ്ക്കിടയിലോ നമ്മുടെ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്തൊക്കെ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഒരു നല്ല ഫീൽഡ് തന്നെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം.